ഓക്കെ സാർ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. നമ്മുടെ ബുക്ക് ഏകദേശം എന്നത്തേക്കാവും കിട്ടാൻ ബുക്ക് ചാൻസ്? അടുത്ത ആഴ്ച ഞാൻ നോക്കട്ടെ. ഞാൻ അവർക്ക് ഈ ബുക്കിന്റെ എണ്ണം ഇച്ചിരി കുറഞ്ഞു പോയി. അപ്പൊ അവരാദ്യം പറഞ്ഞത് ഡെലിവറി ചാർജ് ഇല്ല എന്നുള്ള രീതിയിലാണ്. അപ്പൊ എത്ര എണ്ണം ഉണ്ടെന്ന് ഞാൻ ഇതുവരെ അങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ടില്ല. കാരണം നിങ്ങൾ കുറച്ചു പേരോടെ പൈസ തരാനുണ്ട്. അപ്പൊ അതോടെ കഴിഞ്ഞിട്ടാണ് ഫൈനൽ കൗണ്ട് കിട്ടുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അവരോടൊന്ന് പറയാനായിട്ട്. അതോടെ കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ആഴ്ച എന്തെങ്കിലും ഓർഡർ ചെയ്യും. വൈകിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. കാരണം നമുക്ക് പഠിക്കാനുള്ള. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ചിന്തിച്ചോട്ടെ. ഞാൻ തൃശ്ശൂർ കൊണ്ട് തരുവാണെങ്കിൽ നിങ്ങൾ കുറച്ച് പേര് തൃശ്ശൂരിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടില്ലേ? തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ കുറച്ച് പേരുണ്ടാവും. അപ്പൊ തൃശ്ശൂർ സ്റ്റേഷനിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ? വരാൻ പറ്റുമോ? ഇല്ല, ഞങ്ങൾ വന്ന് മേടിക്കണമെങ്കിൽ ഞങ്ങള് വരാം സാർ. എങ്ങനെ വേണമെങ്കിലും ഒരു ദിവസം മുന്നേ ബുക്ക് കിട്ടിയാ മതി എന്നുള്ള ഇതിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കട്ടെ. കാരണം എന്താണെന്നറിയോ, ഇത് അവിടെ ചെന്ന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ഓർഡർ ഇത്ര ഉള്ളൂ എന്ന് പറയുമ്പോ പിന്നെ അവര്, ഞാൻ ആദ്യം ഒരു 50-60 എണ്ണൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ അവര് പിന്നീട് അങ്ങോട്ട് ഞാൻ നമ്പർ പറഞ്ഞില്ല. ഉണ്ട് എന്നുള്ള രീതിയിൽ അവരെ പറഞ്ഞു നിർത്തിയേക്കാണ്. ഇത്ര ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അവരെന്നെ ഓടിക്കും. അതേറെ ഞാൻ നമ്പർ പറഞ്ഞിട്ടില്ല. ഇനി ഉണ്ട്, പിള്ളേര് കാശ് തരാനുണ്ട്, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നിർത്തിയേക്കാണ്. അപ്പൊ ഞാൻ എന്തെങ്കിലും അടുത്ത ആഴ്ച എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അടുത്ത ആഴ്ച ഞാൻ ഒരു ദിവസം നോക്കിയിട്ട് പോയി എടുക്കാന്ന് വിചാരിച്ച. അടുത്ത ആഴ്ചത്തേക്ക് അപ്പുറം പോവില്ല. ബുദ്ധിമുട്ടുണ്ട് സാർ പഠിക്കാനായിട്ടേ. എന്തൊക്കെയായാലും അടുത്ത ആഴ്ചത്തേക്ക് ഞാനത്, അപ്പൊ കുഴപ്പമില്ലല്ലോ. ഞാനത് തൃശ്ശൂർ സാർ അങ്ങനെ പറഞ്ഞാ മതി. അങ്ങനെയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ ഡയറക്റ്റ് അയക്കാം, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുതരാം കേട്ടാ. ഓക്കെ, സാറിന് എങ്ങനെയാ വെച്ചാ പറഞ്ഞാ മതി. അപ്പൊ ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മുടെ ഉത്തരപർവ്വത മേഖല നമ്മൾ ഫിനിഷ് ചെയ്തതല്ലേ? ഈ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതല്ലേ? ഓക്കെ, ഒരു ഗ്യാപ്പ് വന്ന കാരണം എനിക്കൊരു ഓർമ്മ പിശക് വന്നു. ഓക്കെ, ഇനി ഉത്തര മഹാസമുദ്രമാണ് നമ്മൾ എടുക്കാൻ പോണേ. അപ്പൊ ഉത്തര മഹാസമുദ്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഭൂപ്രകൃതിയിൽ ഇന്ത്യൻ ഭൂപ്രകൃതി എന്ന് പറയുന്നത് എത്രയായിട്ടാ? 5 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കണത് അല്ലെ? അപ്പൊ അതില് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് എന്ത്? ഉത്തര പർവ്വത മേഖല. ആദ്യത്തെ ഉത്തര പർവ്വത മേഖല, രണ്ടാമത്തെ ഉത്തര മഹാസമുദ്രം, മൂന്നാമത്തെ ഉപദ്വീപീയ പീഠഭൂമി, നാലാമത്തെ എന്താണ്? മരുഭൂമി, ഇന്ത്യൻ മരുഭൂമി, അഞ്ചാമത്തെ തീരപ്രദേശങ്ങളും ദ്വീപുകളുമാണ്. അങ്ങനെ 5 ആയിട്ടാണ് SCERT നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. SCERT പ്രകാരം 5 ഭൂവിഭാഗമാണ്. അതിൽ രണ്ടാമത്തെ ഭൂവിഭാഗമാണ് ഇപ്പൊ നമ്മൾ എടുക്കുന്നത്, ഉത്തര മഹാസമുദ്രം. അപ്പൊ നമ്മൾ ഏകദേശം എങ്ങനെയാണ് ആ ഉത്തര മഹാസമുദ്രം ഇന്ത്യൻ രാജ്യത്ത് കിടക്കുന്നത്, ഏതൊക്കെ സ്റ്റേറ്റിലാണെന്നുള്ള ഒരു പിക്ചറാണ് നിങ്ങൾക്ക് ഇപ്പൊ ഈ കാണുന്നത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ് ഏതൊക്കെ സംസ്ഥാനങ്ങളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ രാജസ്ഥാന്, പിന്നെ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാള്, ആസാം. ആസാം എന്നാണ് മെയിൻ ആയിട്ടുള്ള സംസ്ഥാനങ്ങൾ തന്നെ. അപ്പോ ഈ സംസ്ഥാനങ്ങളിലൊക്കെയാണ് ഇവിടെ ഉത്തര മഹാസമുദ്രം വ്യാപിച്ച് കിടക്കുന്നത്. ഇനി ഇതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഉത്തര മഹാസമുദ്രം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ എന്താണ് പ്രധാനമായ കാർഷികപരമായിട്ടുള്ള നട്ടെല്ല് എന്നൊക്കെ പറയാം. അതായത് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടിയിട്ട് ആഹാര സാധനങ്ങളെല്ലാം എവിടെ നിന്നാണ് ഉത്പാദിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ എന്നാണ്. അപ്പൊ ഉത്തര മഹാസമുദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇത് നമുക്കറിയാം. ഉത്തരപർവ്വത മേഖല പറഞ്ഞു കഴിഞ്ഞപ്പോ ഹിമാലയം ഉണ്ട് അല്ലെ? ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന 3 നദികളാണ് ഇതൊക്കെ: സിന്ധു, അതുപോലെ ഗംഗ, പിന്നെ ബ്രഹ്മപുത്ര. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അപ്പോ ഈ ഒരു ഉത്തര മഹാസമുദ്രത്തിന് മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 നദികളുടെ അപരദന പ്രവർത്തനം മൂലമാണ് ഈ സമതലം രൂപപ്പെടുന്നത്. അതായത് ഉത്തര മഹാസമുദ്രം രൂപപ്പെടാൻ കാരണം ഈ 3 നദികളാണ്. ബ്രഹ്മപുത്ര എന്നീ നദികളാണ് ഉത്തര മഹാസമുദ്രം രൂപപ്പെടാൻ കാരണം. അതുകൊണ്ട് തന്നെ ഈ ഉത്തര മഹാസമുദ്രത്തിന് എന്ത് പറയുന്നു? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നു. നമുക്ക് പോയിന്റിലേക്ക് പോവാം. എന്താണ് ഉത്തര മഹാസമുദ്രം? ഇനി എവിടെയാണ് ഇത് കിടക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമാലയത്തിന്റെ തെക്ക്. നമ്മൾ ആദ്യം പഠിച്ചു ഹിമാലയാണ് ഏറ്റവും വടക്ക് കിടക്കണം അല്ലെ? അപ്പൊ ഹിമാലയത്തിന്റെ തെക്കും അതുപോലെ ഉപദ്വീപീയ പീഠഭൂമിക്ക് വടക്കായിട്ടുമാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യ എങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരാം? ഇവിടെയാണ് നമ്മുടെ ഹിമാലയം കിടക്കണേ.
ഈ ഒരു ഏകദേശം ഈ ഒരു ഭൂപ്രകൃതിയിലാണ് ഉപദ്വീപീയ പീഠഭൂമി. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കായിട്ടാണ് എന്ത് നമ്മുടെ ഉത്തര മഹാസമുദ്രം കിടക്കണം. അപ്പൊ എന്താണ് ഹിമാലയത്തിന്റെ തെക്ക് ഇവിടെയാണ് എന്ത് നോർത്ത്, ഇതാണ് നോർത്ത്, ഇത് സൗത്ത്. അപ്പൊ നോർത്ത് ഹിമാലയത്തിന്റെ തെക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരും കേട്ടോ, ഇതാണ് ഹിമാലയം താഴെ. പിന്നെ ഉപദ്വീപീയ പീഠഭൂമിക്ക് വടക്ക്, ഇതാണ് ഉപദ്വീപീയ പീഠഭൂമി, അതിന്റെ വടക്ക് എന്ന് പറയുമ്പോൾ പൊക്കത്തേക്ക്. അപ്പൊ ഇതിന് രണ്ടിന്റെ ഇടയ്ക്കായിട്ടാണ് എന്ത് ഉത്തര മഹാസമുദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് രൂപം കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെയും അവയുടെ പോഷക നദികളുടെയും അവസാദ നിക്ഷേപ ഫലമായിട്ടാണ്. അവസാദങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, പ്രളയമൊക്കെ വന്നപ്പോ നമുക്ക് കേരളത്തിൽ പ്രളയമൊക്കെ വന്നു കഴിഞ്ഞപ്പോ തന്നെ വീടുകളിലൊക്കെ ഈ വെള്ളം അങ്ങ് ഒഴുകി പോയി കഴിഞ്ഞപ്പോ ടൺ കണക്കിന് മണ്ണുകളാണ് അവശേഷിച്ചത്. അപ്പൊ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക, വർഷം മുഴുവൻ ഈ ഹിമാലയൻ നദികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ മഴയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല ഒഴുകുന്നത്. വർഷം മുഴുവൻ എന്താണ് ആ നദികളിൽ വെള്ളം ഉണ്ടാവും. കാരണം മഞ്ഞുരുകിയിട്ടാണ് എന്ത് ഇവയിൽ വെള്ളം വരുന്നത്. അപ്പൊ ആ ഒരു നദി എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങളായിട്ട് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന മണ്ണുകളാണ് എന്ത് ഉത്തര മഹാസമുദ്രത്തിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സമതലത്തിനെ നമുക്ക് എന്ത് പറയാം, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്ന് പറയാം. ഇനി വേറെന്താണ് ഇതിന്റെ പ്രത്യേകത? കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള എക്കൽ മണ്ണ് കൊണ്ടാണ് ഇത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള എക്കൽ മണ്ണ് കൊണ്ടാണ്, അല്ലെങ്കിൽ അലൂവിയൽ സോയിൽ എന്ന് പറയും. അലൂവിയൽ സോയിൽ എന്നൊക്കെ പറയുന്ന അലൂവിയൽ സോയിൽ കൊണ്ടാണ് എന്ത് ഈ ഉത്തര മഹാസമുദ്രം മൊത്തം ഉണ്ടാക്കിയേക്കണേ. അപ്പൊ എന്ത് നട്ടാലും എന്താണ് ഇവിടെ അങ്ങ് പിടിക്കും. നമുക്ക് വളത്തിന്റെ ഒന്നും ആവശ്യമില്ല. ചുമ്മാ കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും നട്ട് കൃഷി ചെയ്യുകയാണെങ്കിലും അതിൽ 100 മേനി വിളവായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ കൃഷി എന്താണ് ഇവിടുത്തെ പ്രധാന പ്രധാന ഉപജീവന മാർഗമാണെന്ന് പറയാം. അപ്പൊ ഉത്തര മഹാസമുദ്രത്തിൽ പ്രധാനമായിട്ടും ആളുകൾ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അവിടുത്തെ പ്രധാന വിളകൾ എടുക്കുകയാണെങ്കിൽ ഗോതമ്പ്, ചോളം, നെല്ല്, കരിമ്പ്, പരുത്തി, പിന്നെ പയറുവർഗ്ഗങ്ങൾ. അപ്പൊ കൃഷി പ്രധാനമായിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമുണ്ട്, നല്ല മണ്ണുണ്ട്. അപ്പൊ പിന്നെ ആൾക്കാർ കൃഷി ചെയ്യാണ്ടിരിക്കില്ലല്ലോ. കൃഷി ഏറ്റവും കൂടുതൽ ചെയ്യുന്നതും അതുപോലെ തന്നെ ധാന്യ കലവറ, ഇന്ത്യയുടെ ധാന്യ കലവറ എന്നൊക്കെ പറയുന്നത് എന്താണ് ഉത്തര മഹാസമുദ്രമാണ്. അപ്പോ ഈ ഉത്തര മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗം ഇവിടെയാണ് രാജസ്ഥാൻ കിടക്കുന്നത്. ഈ പടിഞ്ഞാറ് ഭാഗം ഇവിടെ ആരവല്ലി പർവ്വതനിരയുണ്ട്, ഇതാണ് ആരവല്ലി പർവ്വതനിര. അതിന്റെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് എന്താണ് ഥാർ മരുഭൂമിയാണ്. അപ്പൊ ഈ ഥാർ മരുഭൂമിയിലുള്ള എന്ത് മണ്ണാ? മരുഭൂമി മണ്ണാണ്. മരുഭൂമിയിലുള്ളത് ഡെസേർട്ട് സോയിൽ അല്ലെങ്കിൽ മരുഭൂമി മണ്ണ്. എന്താണ് ജലാംശം തീരെ ഇല്ലാത്ത മരുഭൂമി മണ്ണാണ്. മരുഭൂമിയിൽ എന്തൊക്കെ കൃഷി ചെയ്യുമെന്നറിയോ? മരുഭൂമിയിൽ എന്തൊക്കെയാ കൃഷി ചെയ്യണ? അല്ലെ മരുഭൂമിയിൽ കൃഷി ഉണ്ടോ? കൃഷി ചെയ്യാൻ പറ്റുമോ? ചെടികളല്ലേ, മാംസളമായ തണ്ടുകളൊക്കെ. സുചിത്ര ഒന്നോടെ പറയാവോ? അല്ല, മരുഭൂമിയിലെ ആ മാംസളമായ കാണ്ടുള്ള കള്ളിച്ചെടികൾ അങ്ങനെയൊക്കെയല്ലേ? കള്ളിമുൾച്ചെടികളുണ്ട്, പക്ഷെ രാജസ്ഥാനില് നമുക്ക് എന്തുണ്ട്? ബാർലി അവിടെയാണ്. ജോവർ, അത് തന്നെ, ജോവർ, ബജ്റ, ബാർലി. അതാണ് മില്ലറ്റുകൾ എന്ന് പറയും. മില്ലറ്റ് ഇന്ത്യ ഈയിടെ UN മില്ലറ്റ് വർഷമായിട്ട് ആചരിക്കാനൊക്കെ പറഞ്ഞായിരുന്നു അല്ലെ. മില്ലറ്റ്, ജോവർ, ബജ്റ, പിന്നെ ഇതൊക്കെയാണ് മില്ലറ്റുകളാണ്. അപ്പൊ ഇതാണ് അധികം. ലൂണി നദിയുണ്ട്, രാജസ്ഥാനിലെ മരുഭൂമിയുടെ കൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി നദി. അപ്പൊ ഈ ലൂണി നദിയുടെ ഒക്കെ തീരത്തും ഇതിൽ ലവണാംശം കൂടിയ മണ്ണാണ് ഇവിടെ മരുഭൂമിയിൽ ഉണ്ടാവും. ലവണാംശം കൂടുതൽ സോഡിയത്തിന്റെ ഒക്കെ, പെട്ടെന്ന് ഉപ്പിന്റെ ഒക്കെ അംശം കൂടുതലായിരിക്കും. അപ്പൊ അവിടെ കൂടുതൽ കൃഷി ചെയ്യുന്നതാണ് ജോവർ, ബജ്റ, റാഗി, ചെറുധാന്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ധാന്യങ്ങളുടെ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയ പോലുമില്ല. കുറെ ധാന്യങ്ങളുണ്ട്. നിങ്ങൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കുക, പിള്ളേർക്കൊക്കെ കൊടുക്കാം. നല്ല ധാന്യം, നല്ല പോഷകമായിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ ഈ ചെറുപയറും വൻപയറും സപ്ലൈക്ക് ഒന്ന് കിട്ടുന്ന ആകെ അതൊക്കെ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണേ. കഴിഞ്ഞ ദിവസം ഞാൻ മില്ലറ്റിനെ കുറിച്ച് അടിച്ചു നോക്കിയപ്പോ എന്തൊക്കെയോ പേരുകളൊക്കെ ഉണ്ട്. മലയാളത്തിൽ തിന എന്നൊക്കെ പറയുന്നുണ്ട്, തിന, മറ്റു പല പേരുകളൊക്കെ ഉണ്ട്. ഞാൻ ഇത് എടുക്കുമ്പോൾ ഞാൻ പിന്നെ പറയട്ടെ, ഞാനൊന്ന് റെഫർ ചെയ്ത് വെച്ചിട്ടുള്ളൂ, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ല ഇതിന്റെ മലയാളത്തിലുള്ള പേര്. ജോവറിനും ബജറയ്ക്കൊക്കെ വേറെ പേരാണ് തന്നെ, പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ അതൊക്കെയാണ് അവിടെ ഈ രാജസ്ഥാനില് കൃഷി ചെയ്യണത്. എന്നാൽ നേരെ മറിച്ച് നമുക്ക് ഇവിടെ എന്തുണ്ട്? ഉത്തര മഹാസമുദ്രത്തില് ഈ ഗോതമ്പ് അല്ലെ, ഗോതമ്പുണ്ട്. പിന്നെ എന്തൊക്കെയാണ്? ചോളം,
നെല്ല്, കരിമ്പ് നമുക്കറിയാം ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉത്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശാണ്. പിന്നെ പരുത്തി ഒരു പരിധി വരെ ഉള്ളൂ. പരുത്തി അധികം കൃഷി ചെയ്യുന്നത് നമുക്ക് ഈ കറുത്ത മണ്ണാണ് വേണ്ടത്. എന്നാലും പരുത്തി അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാന്ന് നോക്കിയാൽ രാജസ്ഥാൻ, പഞ്ചാബ്. രാജസ്ഥാൻ ഉണ്ട് കേട്ടോ. രാജസ്ഥാനിൽ ആരും ഈ ഒരു പോയിന്റ് മറന്നു പോകരുത്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ രാജസ്ഥാന്റെ ചില പാട്ടിൽ ലൂണി നദി ഒഴുകുന്നുണ്ട്. ലൂണി, സരസ്വതി നദികള്. അപ്പൊ ആ ഒരു പാട്ടാണ് ഉത്തര മഹാസമുദ്രത്തിലേക്ക് ചേർത്തത്. അപ്പൊ രാജസ്ഥാൻ ഉണ്ടെന്ന് ഓർത്ത് വെച്ചേക്കാം. ചിലപ്പോ ഇത് നിങ്ങൾ മരുഭൂമി എന്നുള്ള ഇതിൽ മാത്രം ഈ സംസ്ഥാനം എഴുതി വെച്ചു പോകും. അപ്പൊ ഉത്തര മഹാസമുദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ രാജസ്ഥാന്, പിന്നെ പഞ്ചാബ്, ഹരിയാന, പിന്നെ ഏതൊക്കെയാണ് ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ ആൻഡ് അസം. ഇത്രയാണ് 1, 2, 3, 4, 5, 6, 7 സംസ്ഥാനങ്ങളാണ് ഉള്ളത്. അതിന്റെ ഇടയ്ക്ക് വേറെ ഒന്നുമില്ല. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. രാജസ്ഥാന്, പിന്നെ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, പിന്നെന്താണ് വെസ്റ്റ് ബംഗാൾ, ബീഹാർ, അസം. ഒന്നുകൂടെ പറയാം, ഇവിടെ ഉണ്ട് മാപ്പ്. നിങ്ങൾ ഒന്നും കൂടി എന്താണ് എടുക്കുക. രാജസ്ഥാന്, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, അസം. ഇത്രയാണ് 7 സംസ്ഥാനങ്ങളാണ്. ഓർത്ത് വെച്ചേക്കുക. ഇതിൽ എന്തെങ്കിലും ഒരു കോഡൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. ഉത്തര മഹാസമുദ്രം ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറിപ്പോകരുത്. ഹിമാചൽ പ്രദേശും ഇല്ല, ഉത്തരാഖണ്ഡും ഇല്ല. അത് പ്രത്യേകം ഓർത്ത് വെച്ചേക്കുക. ഇത്രയേ ഉള്ളൂ എന്ത് ഉത്തര മഹാസമുദ്രം ഉള്ളൂ. ഇനി ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്നും ഉത്തര മഹാസമുദ്രം അറിയപ്പെടുന്നത്. കാരണം ഈ 3 നദികളുടെ പ്രവർത്തനം മൂലമാണ് ഈ ഉത്തര മഹാസമുദ്രം രൂപപ്പെട്ടത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നൊക്കെ അറിയപ്പെടുന്നതും ഏതാണ്? ഉത്തര മഹാസമുദ്രമാണ്. ഉത്തര മഹാസമുദ്രമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നൊക്കെ അറിയപ്പെടുന്നത്. കാരണം സമതല പ്രദേശമാണ്. ഇനി അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജനവാസ മേഖല, ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് ജീവിക്കുന്ന ഒരു ഭൂപ്രദേശം കൂടിയാണ് എന്ത് ഉത്തര മഹാസമുദ്രം. ഒന്നും വേണ്ട, ഉത്തർപ്രദേശ് എടുത്ത് നോക്കിയാൽ മതി. ഉത്തർപ്രദേശിലാണ് നമ്മുടെ ഇന്ത്യയുടെ ഏകദേശം 10 to 20% പോപ്പുലേഷൻ വരുന്നത്. അതുപോലെ തന്നെ ഈ മേഖലയിലാണെന്ത് റെയില്, റോഡ്, കനാല് ശൃംഖലകൾ ഏറ്റവും കൂടുതലുള്ള ഭൂപ്രദേശം ഏതാണ്? ഉത്തര മഹാസമുദ്രം. കാരണം വേറെ എന്താണ് കുഴിയോ മലകളോ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ റെയിലിനൊക്കെ പറ്റിയ സ്ഥലമാണ് ഏത് ഉത്തര മഹാസമുദ്രം എന്ന് പറയുന്നത്. അപ്പൊ റെയിലുണ്ട്, കനാലുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഉത്തര മഹാസമുദ്രത്തില് നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ റെയിൽ, റോഡ്, ഗതാഗത ശൃംഖലകളൊക്കെ കൂടുതലുള്ള ഭൂപ്രദേശം ഏതാണെന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ വായും പൊളിച്ചു നോക്കിക്കൊണ്ടിരിക്കരുത്. ഉത്തര മഹാസമുദ്രം കുത്തിയേക്കണം. ഇതിന്റെ മൊത്തം നീളം എന്ന് പറയുന്നത് എത്രയാണ്? 3200 കിലോമീറ്റർ ആണ്. വീതി പലയിടങ്ങളിലാണ്. അത് 150 തൊട്ട് 300 കിലോമീറ്റർ വരെ വീതി ഇതിന് വരാം. അതും കൂടി ഓർത്തു വെച്ചേക്കാം. നീളം ഏകദേശം 3200 കിലോമീറ്ററും വീതി എന്ന് പറയുന്നത് 150 തൊട്ട് 300 കിലോമീറ്റർ വരെയാണ്. അപ്പൊ ഒന്നുകൂടെ പറയാം. ഉത്തര മഹാസമുദ്രം എന്ന് പറയുന്നത് എന്താണ്? ഹിമാലയത്തിന്റെ തെക്കും ഉപദ്വീപീയ പീഠഭൂമിക്ക് വടക്കുമായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ പടിഞ്ഞാറ് ഭാഗം രാജസ്ഥാൻ മരുഭൂമിയാണ്. എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ അപരദന നിക്ഷേപണ ഫലമായിട്ട് രൂപം കൊണ്ട ഭൂപ്രദേശമാണ് എന്ത് ഉത്തര മഹാസമുദ്രം. ഏറ്റവും കൂടുതൽ കൃഷിക്ക് അനുയോജ്യമായതും വളക്കൂറ് ഉള്ളതുമായിട്ടുള്ള അലൂവിയൽ സോയിലാണ് അല്ലെങ്കിൽ എക്കൽ മണ്ണാണ് ഈ ഉത്തര മഹാസമുദ്രത്തില് ഉള്ളത്. ഇനി ഇതില് കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിളകളാണ് എന്തൊക്കെ? ഗോതമ്പ്, ചോളം, നെല്ല്, കരിമ്പ്, പരുത്തി, പയർവർഗ്ഗങ്ങളൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ പടിഞ്ഞാറ് ഭാഗം നമ്മൾ പറഞ്ഞു. ഇനി ഇതിന്റെ വേറെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു മേഖല കൂടിയാണിത്. അതുപോലെ തന്നെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഭൂപ്രദേശം കൂടിയാണ് എന്ത് ഉത്തര മഹാസമുദ്രം. നീളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് 3200 കിലോമീറ്ററോളം നീളമുണ്ട്. അതുപോലെ വീതിയാണെങ്കിലോ 150 തൊട്ടിട്ട് 300 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ഏകദേശ വീതി എന്ന് പറയുന്നത്. ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് പോണത്? രാജസ്ഥാന്, അതുപോലെ തന്നെ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, പിന്നെ ബീഹാർ, വെസ്റ്റ് ബംഗാൾ, അസം. ഇതിനെന്തെങ്കിലും കോഡ് ആർക്കെങ്കിലും ഉണ്ടോ? കോഡിന്റെ ആൾക്കാരുണ്ടോ?
കോഡൊക്കെ നിങ്ങൾ വിചാരിച്ച കിട്ടും. കോഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയമല്ല, നിങ്ങൾ നോക്കുക. എന്നാലും ഏകദേശം നമുക്ക് ആ ഒരു ഐഡിയ, ആ പിക്ചർ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതിൽ നിന്ന് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതാണ് പിക്ചർ, രാജസ്ഥാന്, പഞ്ചാബ്. ഓർത്ത് വെക്കാൻ കാരണം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത്. ഉത്തര പർവ്വത മേഖലയും ഉത്തര മഹാസമുദ്രവും പോണത് നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കണം. ഏതൊക്കെ സംസ്ഥാനങ്ങളെ? ഉത്തര പർവ്വത മേഖല എത്ര സംസ്ഥാനങ്ങളിലൂടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്? ഓപ്ഷൻ 8, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 11. എത്ര സംസ്ഥാനങ്ങളുണ്ട്? 7 ആണോ? 7 ആണോ? 7. 7 ആരാ പറഞ്ഞത്? 7 ആരാ പറഞ്ഞത്? ബിൻസി. ഞാൻ പറഞ്ഞു 8 സാറേ? എന്നാ നമുക്കൊന്ന് കൗണ്ട് ഔട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ് ഏതാ? ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, പിന്നെ സിക്കിം, അരുണാചൽ പ്രദേശ്, ത്രിപുര, മേഘാലയ, നാഗാലാൻഡ്, ത്രിപുര, അപ്പൊ തെറ്റിയേട്ടാ. മണിപ്പൂര്, പിന്നെ മേഘാലയ. 1, 2, 3, 4, 5, 6, 7, 8, 9. 2 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ട്, പിന്നെ ഈ 9 സംസ്ഥാനങ്ങളും. അപ്പൊ ഞാൻ തന്ന ഓപ്ഷനിൽ 11 എന്നുള്ള ഞാൻ മൊത്തത്തിലുള്ള കാൽക്കുലേഷൻ ആട്ടോ എഴുതിയത്. അതെ. അപ്പൊ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, വേറെ വിട്ടുപോയിട്ടില്ലല്ലോ. സിക്കിമിന് മുമ്പിൽ ബീഹാർ ഇല്ല, ഉത്തർപ്രദേശും ഇല്ല. ഓക്കെ, ഇല്ല, നേപ്പാളിൽ കൂടെ അല്ലേ കിടക്കണ്. നാഗാലാൻഡ്, ത്രിപുര, മിസോറം, മണിപ്പൂര്, മേഘാലയ, പിന്നെ വേറെ ഏതെങ്കിലും ഉണ്ടോ? ത്രിപുര, മിസോറം, മേഘാലയ ഇല്ല. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഉത്തരപർവ്വത മേഖല പറഞ്ഞ് നോക്കാം. നമുക്കൊരു ഡൗട്ട് വന്നതാണ്. നമ്മളതങ്ങനെ വിട്ടുകളയരുതല്ലോ. നമ്മളിതില് പറഞ്ഞിട്ടില്ലേ? ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഇതില് അതെ, കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ അല്ലെ? ഓക്കെ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ. അപ്പൊ കറക്റ്റാ അല്ലെ? ഡൗട്ടില്ലല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ സാർ. അത് മറന്ന് മാർക്ക് പോരുത്, കാരണം പെട്ടെന്ന് ചോദിക്കും. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് മാർക്ക് വരുത്. അപ്പൊ അത് റിവിഷൻ ചെയ്യണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിലാ ലഡാക്കും പിന്നെ ശ്രീനഗറും മാർക്ക് വരുത്. അത് യൂണിയൻ ടെറിട്ടറി ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. സംസ്ഥാനങ്ങളെ കയറ്റിയിട്ട് പെട്ടെന്ന് ചാടിക്കേറി ഓപ്ഷൻ കറുപ്പിച്ചു വെക്കരുത്, തെറ്റിപ്പോവും. ഇനി വടക്കൻ സമതലങ്ങളെ എന്താണ്? സമതലങ്ങളെ വടക്ക് നിന്ന്, സമതലങ്ങളെ വടക്ക് നിന്ന് തെക്കോട്ട് പോകുന്ന അടിസ്ഥാനത്തില് പ്രധാനമായിട്ടും 3 മേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പൊ അതായത് എന്തുണ്ട്? നമ്മുടെ ഈ ഉത്തര മഹാസമുദ്രത്തിനെ വടക്ക് നിന്ന് തെക്കോട്ട്, നോർത്ത് നിന്ന് തെക്കോട്ട് പോകുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രധാനമായിട്ടും 3 റീജിയൻ ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. 1, 2, 3. അതിൽ ഒന്നാമത്തെ റീജിയൻ ആണ് എന്ത്? ബാബർ. രണ്ടാമത്തെ റീജിയൻ ആണ് എന്ത്? ടെറായ്. ആൻഡ് മൂന്നാമത്തെ റീജിയൻ ആണ് എന്ത്? എക്കൽ സമതലങ്ങൾ. അപ്പൊ ഇത് ബാബർ, ഇത് ടെറായി, ആൻഡ് മൂന്നാമത്തെ റീജിയൻ ആണ് എന്ത്? എക്കൽ സമതലങ്ങൾ. എക്കൽ സമതലങ്ങളിനെ വീണ്ടും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഭംഗറും അതുപോലെ ഖാദറുമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഭംഗർ ആൻഡ് ഖാദർ. അപ്പൊ ഈ ഉത്തര മഹാസമുദ്രത്തിനെ വീണ്ടും നമ്മൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്, വടക്ക് നിന്ന് തെക്കോട്ട് പോകും തോറും. അതായത് അതിന്റെ ഭൂപ്രകൃതി, അവിടുത്തെ സവിശേഷതകളും
ഒക്കെ അനുസരിച്ചാണ് ഈ കാറ്റഗറൈസേഷൻ വരുന്നത്. അപ്പൊ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കണേ. അത് ഓർക്കുക. ഭാബർ, ടെറായി, പിന്നെ എന്താണ് എക്കൽ സമതലങ്ങള്. അപ്പൊ ബാബർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, മുഗൾ സാമ്രാജ്യത്തിലെ ഏറ്റവും ആദ്യത്തെ ഭരണാധികാരിയാണ്. ബാബർ മേഖല എന്താണ്? ബാബർ മേഖല അത് അതിന്റെ ഒരു പിക്ചർ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ അത് എളുപ്പമുണ്ടായിരിക്കും. നോക്കുക, ഇതാണ് ഹിമാലയ പർവ്വതം. ഹിമാലയം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. സോ ഹിമാലയത്തിൽ നിന്ന് എന്ത് നദികൾ ഉത്ഭവിക്കുന്നുണ്ട്, നദികൾ ഉത്ഭവിച്ചു വരുന്നുണ്ട്. സോ അതിനോട് ചേർന്ന്, ആ ഹിമാലയത്തിനോട് ചേർന്ന് വലിയ കല്ലുകളൊക്കെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന മേഖലയാണ് എന്ത്? ബാബർ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാറ്റഗറൈസേഷൻ. അത് കഴിഞ്ഞ് പിന്നെ നദികൾ ഇതായി വലിയ കല്ലുകൾക്കിടയിലൂടെ എന്ത് ചെയ്യും? വെള്ളം പോകും. വലിയ കല്ലുകൾക്കിടയിലൂടെ വെള്ളം പോകും. നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾ ഈ ഫൗണ്ടനൊക്കെ ഇടുമ്പോ ഇപ്പൊ ഈ എന്താണ് ഉള്ളിലുള്ള ഒരു മുറ്റം ഉണ്ടല്ലോ, നടുമുറ്റം, അങ്ങനെ എന്തോ അല്ലേ പറയണേ? അവിടെയൊക്കെ പെബിൾ സ്റ്റോൺ ഒക്കെ ഇടുമ്പോ, അല്ലെങ്കിൽ ചില വെള്ളച്ചാട്ടങ്ങൾക്കിടയിലൂടെ, വലിയ കല്ലുകൾക്കിടയിലൂടെ ഒക്കെ വെള്ളം അങ്ങ് പോകും. എന്നിട്ട് ഈ വെള്ളം എന്ത് ചെയ്യും? തിരിച്ച് പ്രത്യക്ഷപ്പെടുന്ന മേഖലയാണ് എന്ത്? ടെറായി. ടെറായി എന്ന് പറഞ്ഞ മേഖലയാണ് എന്ത് ചെയ്യുന്നത്? ടെറായി എന്ന് പറഞ്ഞ മേഖലയിലാണ് ഇത് പ്രത്യക്ഷപ്പെടുന്നത്. സോ ഈ വെള്ളം വീണ്ടും എന്താണ് പ്രത്യക്ഷപ്പെടുന്നതാണ് ഈ ടെറായി. ഇതൊരു മാർഷി ലാൻഡ് ആണ്. ഇതൊരു കുറച്ചൊക്കെ എന്താ സസ്യജാലങ്ങളെയൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും ടെറായി എന്ന് പറയുന്നത്. ലാസ്റ്റ് വരുന്ന ഈ ഒരു മേഖലയാണ് മൂന്നാമത്തെ മേഖല. ഇതാണ് എക്കൽ സമതലങ്ങൾ. എക്കൽ സമതലങ്ങൾ എന്ന് പറയുന്നത് അതില് രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ബാബർ ആയിട്ടും ഒന്ന് ഖാദർ ആയിട്ടും. ഈ ഭാങ്ങർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ പഴയ എക്കൽ സമതലാണ്. അതായത് പഴയ എക്കൽ നിക്ഷേപങ്ങളെയാണ് ഭാങ്ങർ എന്ന് പറയുന്നത്. എന്നാൽ നേരെ മറിച്ച് ഖാദർ എന്ന് പറയുന്നത് എന്താണ്? കുറച്ച് പുതിയ നിക്ഷേപങ്ങളാണ്. അതായത് റീസെന്റ്ലി നദികള് അവയുടെ നിക്ഷേപ പ്രവർത്തന ഫലമായിട്ട് നിക്ഷേപിച്ച എന്താണ് വസ്തുക്കളാണ്, അല്ലെങ്കിൽ എക്കൽ മണ്ണുകളാണ് എന്ത്? ഖാദർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് അതങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അങ്ങ് ക്ലിയർ ആയിക്കോളും. അപ്പോ ബാബർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മളറിയാം ഹിമാലയ അതിന്റെ തൊട്ട് താഴെ, അതായത് ഏറ്റവും നമ്മൾ പറഞ്ഞു 3 നിരകളാണ് ഹിമാലയത്തിനുള്ള: ഹിമാദ്രി, ഹിമാചല്, ശിവാലിക്. ഏറ്റവും ശിവാലിക് എന്ന് പറയുന്നത് ഏറ്റവും ഔട്ടർ ഹിമാലയ എന്ന് പറയുന്നതാണ് ശിവാലിക്. സോ ആ ശിവാലിക് മലനിരകൾക്ക് സമാന്തരമായിട്ട് 8 മുതൽ 10 കിലോമീറ്റർ വരെ എന്താണ് വിസ്തൃതമായ പാറക്കഷ്ണങ്ങൾ ആണ്. ആ പിക്ചർ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ഒന്നുകൂടെ പറയാം. പാറക്കഷ്ണങ്ങൾ ഇതാ കണ്ടോ, പാറക്കഷ്ണങ്ങൾ നമ്മൾ കാണിച്ചു. പാറക്കഷ്ണങ്ങള് തിങ്ങി നിറഞ്ഞ ഉള്ള മേഖലയാണ് എന്ത്? ബാബർ മേഖല. 8 to 10 കിലോമീറ്റർ വരെ വിസ്തൃതമായിട്ടുള്ള പാറക്കഷ്ണങ്ങൾ നിറഞ്ഞ മേഖലയാണ്, ഇടുങ്ങിയ പ്രദേശമാണ് എന്ത്? ബാബർ മേഖല. ഇനി വ്യാപകമായ ഏറ്റവും അവസാദങ്ങൾക്കിടയിൽ ജലപ്രവാഹം അപ്രത്യക്ഷമാകുന്ന മേഖല കൂടിയാണ് എന്ത്? ഈ ബാബർ മേഖല. ഞാൻ പറഞ്ഞു കല്ലുകളായത് കാരണം വലിയ വലിയ കല്ലുകളാണ്. കാരണം ഈ മലയിൽ നിന്നൊക്കെ നദികൾ വലിയ പാറക്കല്ലുകൾ കൊണ്ടായിരിക്കും ആദ്യം നിക്ഷേപിച്ച് തൊട്ട് താഴെ കൊണ്ടുവന്ന് ഇടുക. സോ അതിന്റെ ഇടയിൽ കൂടി വെള്ളം അപ്രത്യക്ഷമാകുന്നതായിട്ട് നമുക്ക് കറക്റ്റായിട്ട് അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാം. അപ്പൊ കറക്റ്റായിട്ട് ഈ വെള്ളം അപ്രത്യക്ഷമാകുന്ന മേഖലയാണ് എന്ത്? ബാബർ മേഖല. ഇനി ഈ വലിയ കല്ലുകളും ഇതൊക്കെ ആയത് കാരണം കൊണ്ട് തന്നെ ഇത് എന്താണ്? ഉത്തര മഹാസമതലത്തിൽ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത ഒരു പ്രദേശം കൂടിയാണ് എന്ത്? ബാബർ മേഖല. കൃഷിക്ക് അനുയോജ്യമല്ലാത്ത ഒരു പ്രദേശമാണ് ബാബർ മേഖല. എന്തുകൊണ്ടാ? പാറക്കല്ലുകളാണ് മൊത്തം ഇവിടെ കിടക്കുന്നത്, പാറക്കല്ലുകൾ. സോ അവിടെ പോയി കൃഷി ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇനി അടുത്തത്, ഈ പർവ്വതങ്ങളിൽ നിന്നും വരുന്ന നദികൾ ഭാരമേറിയ ഉരുളൻ പാറകളും കല്ലുകളും ഈ മേഖലയിൽ നിക്ഷേപിക്കുകയും നദികൾ അപ്രത്യക്ഷമാകുകയും ചെയ്യുന്നു. അപ്പൊ പർവ്വതങ്ങളിൽ നിന്ന് വരുന്ന, അതായത് ഹിമാലയ പർവ്വതങ്ങളിൽ നിന്ന് വരുന്ന നദികൾ എന്ത് ചെയ്യും? അവിടുന്ന് വലിയ വലിയ കല്ലുകളൊക്കെ പറക്കി കൊണ്ടുവന്ന് അതിന്റെ ചോട്ടിൽ കൊണ്ടുവന്നിട്ട് നിക്ഷേപിക്കും. ആ മേഖലയാണ് എന്ത്? ബാബർ മേഖല എന്ന് പറയുന്നതും. അതിന്റെ വിസ്തീർണം ഏകദേശം 8 to 10 കിലോമീറ്റർ വരെയാണ് അതിന്റെ വിസ്തീർണം. അത് ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇനി നെക്സ്റ്റ് ടെറായി ആണ്. ടെറായി നമ്മൾ പറഞ്ഞു ഇച്ചിരി പച്ചപ്പും ഹരിതാപയൊക്കെ ഉള്ള അല്ലെ. ഓം ശാന്തി വർഷനയിൽ പറഞ്ഞ ഇച്ചിരി പച്ചപ്പും ഹരിതാപയൊക്കെ ഉള്ള കണ്ടോ, പച്ച കളറിൽ കൊടുത്തിട്ടുണ്ട് ടെറായി. ടെറായി പച്ച കളറിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ടെറായി എന്ന് പറയുന്നത് പച്ച കളറിലാണ്. സോ ആ ടെറായി ബാബർ പ്രദേശത്ത് നിന്ന് അപ്രത്യക്ഷമാകുന്ന കേട്ടോ
അപ്രത്യക്ഷമാവുന്നുണ്ട്. അപ്രത്യക്ഷമാവുന്ന ജലപ്രവാഹം വീണ്ടും ഉപരിതലത്തിൽ ദൃശ്യമാകുന്ന പ്രദേശമാണ് എന്ത്? ടെറായി. ഇപ്പോ ബാബർ ഇതിന് തൊട്ടു മുമ്പുള്ള പ്രദേശമായിരുന്നു ബാബർ ഉരുളക്കല്ലുകൾ കൊണ്ടുള്ള പ്രദേശമാണ്. അവിടുന്ന് ജലം അപ്രത്യക്ഷമായിട്ട് തിരിച്ചവിടെ വരും, ഈ ടെറായിൽ വരും. ഈ ടെറായുടെ ഒരു നീളം അല്ലെങ്കിൽ കിലോമീറ്റർ എത്ര വിസ്തൃതി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 10 തൊട്ട് 20 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഏരിയ കൂടിയാണ് എന്ത്? ടെറായി എന്ന് പറഞ്ഞാൽ ഒരു മാർഷി ലാൻഡ് ആണ്. അതാണ് ചതുപ്പ് നിലങ്ങൾ, വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലങ്ങൾ കാണപ്പെടുന്ന ഒരു ഏരിയ കൂടിയാണ് എന്ത്? ടെറായി എന്ന് പറയുന്നത്. നമ്മളിപ്പോഴത്തെ ഒരു മാർഷി ലാൻഡ് എന്നൊക്കെ പറയും, അതിനെയാണ് ചതുപ്പ് നിലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ടെറായി സ്വാഭാവികമായിട്ടുള്ള എന്താണ്? ചതുപ്പ് നിലങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവിക സസ്യജാലങ്ങള്, അതുപോലെ വന്യജീവികള് വർഗങ്ങൾ, അതുപോലെ വന്യജീവി വർഗങ്ങൾ എന്നിവയാലൊക്കെ സമ്പുഷ്ടമായിട്ടുള്ള ഒരു പ്രദേശമാണ് എന്ത്? ഈ ടെറായി മേഖല. അപ്പോ ടെറായി മേഖല എന്ന് പറയുന്നത് എന്താണ്? സ്വാഭാവിക സസ്യജാലങ്ങൾക്കും വന്യജീവി വർഗങ്ങൾക്കും എല്ലാം ഇവയൊക്കെ കാണപ്പെടുന്ന ഒരു മേഖല കൂടിയാണ് എന്ത്? ടെറായി. ഇനി അതുപോലെ തന്നെ എന്താണ്? ബാബറിന് തെക്കായിട്ട് അതിന് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്ന സമതല ഭാഗമാണ് എന്ത്? ടെറായി. നമ്മുടെ ബാബറാണ് ആദ്യം വരുന്നത്, നമ്മൾ പറഞ്ഞായിരുന്നു. അതിന് സമാന്തരമായിട്ട് തന്നെ അതിന്റെ തെക്ക് വശത്തായിട്ട് കാണപ്പെടുന്ന ഏരിയ ആണ് എന്ത്? ടെറായി. അപ്പൊ ചിലപ്പോ നിങ്ങളോട് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയോ തെറ്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബറിന് വടക്ക് ഭാഗത്തായിട്ട് അതിന് സമാന്തരമായിട്ട് കാണപ്പെടുന്ന ഏരിയ ആണ് ടെറായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അറിയാത്തവനാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് പിടുത്തം കിട്ടില്ല. അപ്പൊ ബാബറിന് തെക്ക് ഭാഗത്താണെന്ന് ഓർത്തു വെച്ചേക്കുക. തെക്ക് ഭാഗത്താണ് ടെറായി വരുന്നത്. സസ്യജാലങ്ങളെല്ലാം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? തഴച്ചു വളരുന്ന ഒരു ഏരിയ കൂടിയാണ് ടെറായി. ഇതിലൊരു പ്രധാന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം ഈ പാകിസ്ഥാനിൽ നിന്ന് കുടിയേറി പാർത്തവർക്ക് ഭൂമിയോ സ്ഥലമൊന്നും എന്ത് ചെയ്യും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് ഈ കുടിയേറ്റക്കാർക്ക് കൃഷിഭൂമിക്ക് വേണ്ടി ഒരുക്കിയെടുത്ത ഒരു പ്രദേശമാണ്. അവർക്ക് താമസിക്കാനല്ല, അവർക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുക്കിയെടുത്ത ഒരു പ്രദേശമാണ് ഇന്നത്തെ ഈ ടെറായി എന്ന് പറയുന്നത്. അപ്പൊ അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇന്ത്യ പാകിസ്ഥാന്റെ വിഭജനത്തിന് ശേഷം അവിടുന്ന് കുടിയേറി പാർത്തവർക്ക് വേണ്ടിയിട്ട് കൃഷിഭൂമി സെറ്റ് ചെയ്തെടുത്ത പ്രദേശം കൂടിയാണ് ടെറായി. എന്തുകൊണ്ട്? ഇത് നല്ല വളക്കൂറുള്ള മണ്ണാണ്, ധാരാളം വെള്ളത്തിന്റെ ലഭ്യത ഉണ്ടായിരിക്കും, സസ്യജാലങ്ങളൊക്കെ തഴച്ചു വളരുന്നതാണ്. അതുപോലെ തന്നെയാണ് എന്ത്? വന്യമൃഗ ജീവികളും ഉണ്ടാവുന്ന പ്രദേശമാണ്. ഇതിന്റെ ഏരിയ ചോദിച്ചു കഴിഞ്ഞാൽ 10 to 20 കിലോമീറ്റർ ആണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ലാസ്റ്റ് വരുന്ന ഏരിയ ആണ് എന്ത്? ഭംഗർ. അപ്പൊ ഭംഗർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഖാദറും ഭംഗറാണ്, എക്കൽ സമതലങ്ങളിൽ വരുന്നതാണ് ഭംഗർ എന്ന് പറയുന്നത് ഒന്ന്. അപ്പൊ എക്കൽ സമതലങ്ങളിലെ ആദ്യത്തെ ഏരിയ ആണ് എന്ത്? ഭംഗർ. ആ ഭംഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉത്തര മഹാസമുദ്രത്തിലെ ഏറ്റവും വിസ്തൃതമായിട്ടുള്ള ഒരു പ്രദേശമാണ് എന്ത്? ഭംഗർ. ഏറ്റവും വിസ്തൃതി കൂടിയ പ്രദേശമാണ് ഭംഗർ എന്ന് പറയുന്നത്. ഇനി ഇവിടത്തെ എന്താണ് പ്രധാന നിക്ഷേപങ്ങൾ എന്ന് പറയാനായിട്ട് പഴയ എക്കൽ നിക്ഷേപങ്ങളാണ്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താ? പ്രധാനമായിട്ടും പഴയ എക്കൽ നിക്ഷേപങ്ങളാണ്. അതായത് കാൽസ്യം കാർബണേറ്റുകളാണ് ഇവിടെ അധികം. കല്ലിന്റെ രൂപത്തിലൊരു എന്താണ് ബ്രൗൺ കളർ കല്ലിന്റെ രൂപത്തിലാണ് ഇവിടെ അധിക നിക്ഷേപങ്ങൾ കാണപ്പെടുക. ഇപ്പൊ ബങ്കർ വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു പ്രദേശമല്ല. ഇപ്പൊ എന്താണ് എക്കൽ സമതലങ്ങളിലെ ഏറ്റവും പഴയതും അതുപോലെ തന്നെ കൃഷിക്ക് അനുയോജ്യമല്ലാത്തതുമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഭംഗർ എന്ന് പറയുന്നത്. ഭംഗർ എന്ന് പറയുന്ന ഏരിയ അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ഇനം കല്ലുകളാണ് കാങ്കർ എന്ന, ലോക്കൽ ഭാഷയിൽ കാങ്കർ എന്നറിയപ്പെടുന്ന ചുണ്ണാമ്പ് കല്ലുകളാലാണ് ഈ ഒരു പ്രദേശം സമൃദ്ധമായിരിക്കുന്നത്. ചുണ്ണാമ്പ് കല്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽസ്യം കാർബണേറ്റ് ആണ് അല്ലെ. കാൽസ്യം കാർബണേറ്റ് CaCO3 കാൽസ്യം കാർബണേറ്റ് കല്ലുകളെ കൊണ്ട് എന്താണ് സമ്പുഷ്ടമായിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ കൃഷിക്ക് അനുയോജ്യമല്ല. കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുമ്പോൾ എന്താ അസിഡിക്കും അല്ല, ഇച്ചിരി ആൽക്കലി ബേസ് സ്വഭാവമുള്ള നേച്ചറാണ്. അപ്പോൾ മണ്ണിന് വരിക. സോ ഏകദേശം ഒരു ന്യൂട്രൽ സ്റ്റേറ്റിലുള്ള മണ്ണാണ് നമുക്ക് കൃഷിക്ക് അനുയോജ്യമായിട്ട് വരിക. ഇത് വലിയ വലിയ കല്ലുകളാണ്, അതുകൊണ്ട് തന്നെ അവിടെ കൃഷി പോസിബിൾ അല്ല. അപ്പൊ ഭംഗർ ഏരിയ മനസ്സിലാക്കുക. എക്കൽ സമതലങ്ങളിലെ ഏറ്റവും പഴയ എക്കൽ നദീതടാണ് അല്ലെങ്കിൽ എക്കൽ മണ്ണ് കൊണ്ട് എന്താണ് നിറഞ്ഞിരിക്കുന്ന ഏരിയ ആണ് ഭംഗർ. അവിടുത്തെ പ്രധാന പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാങ്കർ എന്നറിയപ്പെടുന്ന ചുണ്ണാമ്പ് കല്ലുകളാണ് ആ ഒരു ഏരിയ ഫില്ലാക്കിയിരിക്കുന്നത്. ഇനി ഏറ്റവും അവസാനം വരുന്നതാണ് എന്ത്? ഖാദർ. ഖാദർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാസർഗോഡ് ഖാദർബായ് എന്നൊക്കെ പറയില്ലേ, അപ്പൊ ഖാദറാണ് എന്ത്? ഏറ്റവും അവസാനം അല്ലെ. ഏറ്റവും അവസാനം വരുന്ന ഒരു പുതിയ അല്ലൂവിയൽ സോയിൽ കൂടിയാണ്, എക്കൽ മണ്ണ് കൂടിയാണ് എന്ത്? ഖാദർ.
അപ്പൊ ഉത്തര മഹാസമുദ്രങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന അതുപോലെ തന്നെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണെന്ത്? എക്കൽ മണ്ണ്. അപ്പൊ ആ എക്കൽ മണ്ണിന്റെ നിക്ഷേപങ്ങളെയാണ് എന്ത് പറയുന്നത്? ഖാദർ. അപ്പൊ ഉത്തര മഹാസമുദ്രങ്ങളിൽ പുതുതായിട്ട് നിക്ഷേപിക്കപ്പെടുന്ന കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണുള്ള ഒരു ഏരിയ കൂടിയാണ് എന്ത്? ഖാദർ. ഇനി കാൽസ്യം അടങ്ങിയ ചുണ്ണാമ്പ് കല്ലുകൾ ഈ പ്രദേശത്ത് തീരെ ഇല്ല. അപ്പൊ അതൊക്കെ എന്താണ്? എവിടെയാണ് ആദ്യം പോണത്? ആദ്യം പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ ബങ്കറിലാണ് ഈ കാൽസ്യം ചുണ്ണാമ്പ് കല്ലുകളെല്ലാം കാണപ്പെടുന്നത്. സോ അത് കഴിഞ്ഞു വരുന്ന ഏരിയ ആണ് എന്ത്? ഖാദർ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തില്ല? ഈ കാൽസ്യം കാർബണേറ്റ് ഖാദർ ഏരിയയിൽ ഇല്ല. അപ്പോ ഇത് സ്വാഭാവികമായിട്ടും എന്താണ്? കൃഷിക്ക് അനുയോജ്യമായിട്ട് എന്താണ്? സ്വാഭാവികമായിട്ടും കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് എന്ത്? ഈ ഖാദർ ഏരിയ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ രണ്ട് നദികൾക്കിടയിലുള്ള ഒരു പ്രദേശത്തിനെയാണ് എന്ത്? ഡോബ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് നദികൾ എന്ന് പറയുമ്പോൾ രണ്ട് നദികൾ ഇതാ ഇങ്ങനെ ഒഴുകുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് ഒഴുകുകയാണ്. അപ്പൊ ഇതെന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ എക്കൽ നിക്ഷേപങ്ങൾ നടത്തും. ഇപ്പുറത്തുനിന്ന് ഒരു നദി ഇതുവഴി ഒഴുകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും? എക്കൽ നിക്ഷേപങ്ങൾ നടത്തും. ഈ ഒരു എക്കൽ നിക്ഷേപത്തിലുള്ള ഈ ഒരു ഏരിയ ആണ് എന്ത്? ഡോബ് എന്ന് പറയുന്നത്. ഡോബ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ നമുക്ക് ഒത്തിരി നദികൾ നമുക്കറിയാം. ഈ സിന്ധു, ഝലം, ചിനാബ്, സത്ലജ് ഇവയ്ക്കിടയിലൊക്കെ ഇത്തരത്തിലുള്ള ഡോബുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ട് നദികൾക്കിടയിലുള്ള എക്കൽ പ്രദേശത്തിനെയാണ് എന്ത്? ഡോബ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, രണ്ട് നദികൾക്കിടയിലുള്ള എക്കൽ പ്രദേശം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചിട്ട് 4 ഓപ്ഷനുകൾ തരാം. അപ്പൊ ഓർത്ത് വെച്ചേക്കുക, ഇത്തരത്തിൽ ഈ നദി എന്താണ് അടിച്ചു കൂട്ടുന്നതും ഈ രണ്ടാമത്തെ നദി അടിച്ചു കൂട്ടുന്നതായിട്ടുള്ള എന്താണ് പ്രദേശം? എക്കൽ പ്രദേശത്തിനാണ് ഡോബ് എന്ന് പറയുന്നത്. ഇനി വടക്കൻ സമതലങ്ങളുടെ ഭാഗമായിട്ടുള്ള നദികളുടെ നദീമുഖങ്ങളില് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റകളാണ് രൂപപ്പെടുന്നത്. അപ്പൊ ഈ ഒരു ഉത്തര മഹാസമതലത്തിന്റെ നദീമുഖങ്ങളിൽ നിങ്ങൾ കേട്ട് കാണുമെന്നറിയില്ല, സുന്ദർബൻ ഡെൽറ്റ എന്ന് കേട്ടിട്ടുണ്ടോ? സുന്ദർബൻ ഡെൽറ്റ വെസ്റ്റ് ബംഗാളിലാണ് നമുക്കറിയാം അല്ലെ സുന്ദർബൻ ഡെൽറ്റകൾ കാണപ്പെടുന്നത്. കണ്ടൽക്കാടുകൾക്കൊക്കെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശമാണ്. അതായത് നദികള് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, തോട്ടിന്റെ ഇങ്ങനെ എൻഡിൽ എത്താറാകുമ്പോൾ നദികൾ ഇതാ ഇങ്ങനെ കുറച്ച് പരന്നൊഴുകും. പാടത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു പടന്ന് ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒഴുകും. ഇതിനെയാണ് എന്ത്? ഡെൽറ്റ എന്ന് പറയുന്നത്. ഇതാണ് ഡെൽറ്റ. ഇത്തരത്തിലുള്ള ഒരു ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ. ആ സുന്ദർബൻ ഡെൽറ്റ എന്ന് പറയുമ്പോൾ ഗംഗയുടെയും അതുപോലെ ബ്രഹ്മപുത്ര നദികളുടെയും പ്രവർത്തന ഫലമായിട്ട് രൂപപ്പെടുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് എന്ത്? സുന്ദർബൻ ഡെൽറ്റ. അതായത് ബംഗാൾ കടുവകളെയൊക്കെ കാണപ്പെടുന്ന റോയൽ ബംഗാൾ ടൈഗേഴ്സ് അവയൊക്കെ കാണപ്പെടുന്ന ഈ എന്താണ് നാഷണൽ പാർക്കുകളാണ് സുന്ദർബൻ ഡെൽറ്റ. അപ്പൊ ആ ഏറ്റവും വലിയ ഡെൽറ്റ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സുന്ദർബൻ ഡെൽറ്റയാണ്. ഏത് നദികളുടെ പ്രവർത്തന ഫലമായിട്ടാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ കാണുന്നതും ഈ ഉത്തര മഹാസമുദ്രത്തിലാണെന്ന് ഓർത്തു വെച്ചേക്കുക. ഓക്കെ ആണോ? ഒന്നോടെ പിക്ചർ കാണിച്ചു തരാം. ഹിമാലയം ഉണ്ട്. ഹിമാലയത്തിൽ നിന്ന് നദികൾ എന്ത് ചെയ്യും? വലിയ പാറക്കഷ്ണങ്ങൾ ഒഴുക്കിക്കൊണ്ടുവരും, അത് താഴെ നിക്ഷേപിക്കും. ആ ഒരു ഭൂപ്രദേശമാണ് എന്ത്? ഭാബർ. അവിടെ വച്ചിട്ടാണ് എന്ത്? നദി അപ്രത്യക്ഷമാകുന്നത്. ഇതിന്റെ ദൂരം എത്ര? 8 to 10 കിലോമീറ്റർ ആണ്. നെക്സ്റ്റ് വരുന്ന ഈ നദികൾ വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന മേഖലയാണ് ടെറായ് എന്ന് പറയുന്നത്. ടെറായ് എന്ന് പറയുന്നത് ഒരു മാഷി ചതുപ്പ് ലാൻഡാണ്. സ്വാഭാവിക സസ്യജാലങ്ങളും ജന്തുജീവികളൊക്കെ കാണപ്പെടുന്ന വെള്ളമൊക്കെ ഉള്ള ഒരു മേഖലയാണ് ഇത് എന്ത്? ടെറായ്. ഇതിന്റെ ഏകദേശം നീളം എന്ന് പറയുന്നത് എന്താ? 10 to 20 കിലോമീറ്റർ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ തന്നെയാണ് എന്ത്? പാകിസ്ഥാനിൽ നിന്ന് കുടിയേറ്റ കർഷകർക്കായിട്ട് ഒരുക്കിയെടുത്തിട്ടുള്ള കാർഷിക ഭൂമി കൂടിയാണെന്ത്? ഈ ടെറായ് പ്രദേശം. സ്വാഭാവികമായിട്ടുള്ള ജന്തുജീവിജാലങ്ങളൊക്കെ വളരെയധികം കാണപ്പെടുന്ന ഒരു ഏരിയ കൂടിയാണെന്ത്? ടെറായ്. ഇനി മൂന്നാമത്തെ ഏരിയ ആണ് എക്കൽ സമതലങ്ങൾ. എക്കൽ സമതലങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? നദി ഏറ്റവും അവസാനമായിട്ട് രൂപം കൊടുത്ത ഒരു ഭൂപ്രദേശം കൂടിയാണ് എക്കൽ സമതലങ്ങൾ. അതിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണെന്ത്? ഭാങ്കറും രണ്ടാണെന്ത്? ഖാദറും. ഭാങ്കർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, അത് പഴയ എക്കൽ നിക്ഷേപങ്ങളെയാണ് ഭാങ്കർ എന്ന് പറയുന്നത്. കൃഷിക്ക് അനുയോജ്യമല്ലാത്ത കാങ്കർ എന്നറിയപ്പെടുന്ന കല്ലുകൾ, ലോക്കൽ ഭാഷയിൽ കാങ്കർ എന്നറിയപ്പെടുന്ന കല്ലുകളാൽ സമൃദ്ധമാണ് ഈ ഒരു പ്രദേശം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? കൃഷി നടത്താൻ പറ്റില്ല. കാങ്കർ എന്ന് പറഞ്ഞാൽ കാൽസ്യം കാർബണേറ്റ് എന്നർത്ഥം. ഇനി ഏറ്റവും അവസാനമായിട്ട് വരുന്ന ഒരു നിക്ഷേപമാണ് എന്ത്? ഖാദർ.
ഖാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പുതിയ എക്കൽ നിക്ഷേപത്തിനെയാണ് ഖാദർ എന്ന് അറിയപ്പെടുന്നത്. അവിടെയാണ് എന്ത്, ഇവിടെ ഈ കാങ്കറിന്റെ ശല്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാം, കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ ഖാദർ. ക്ലിയർ ആണോ? ഓക്കെ സാർ. ഓക്കെ, ഉത്തരമാസം മുതലും നമുക്ക് അത്രേ ഉള്ളൂ പോയിന്റുകൾ വരുന്നത്. ഉത്തരമാസം ഒന്നുകൂടെ പറയാം. എന്താണ് നമ്മുടെ നട്ടെല്ല് എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ധാരാളം കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള പ്രദേശം കൂടിയാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ പ്രവർത്തന മൂലമാണ് ഇത് ഉണ്ടായേക്കുന്നത്. ധാരാളം കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഏരിയ. അതുപോലെ എന്താണ് ഗോതമ്പ്, നെല്ല്, ചോളം ഒക്കെ കൃഷി ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണിത്. പിന്നെ ഇത്രയും സ്റ്റേറ്റിലൂടെയാണ്, അത് ഏതൊക്കെ സ്റ്റേറ്റിലൂടെ പോണത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടല്ലോ. നീളം പറഞ്ഞു, വീതി പറഞ്ഞു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഭൂവിഭാഗം കൂടിയാണ്. അതേപോലെ സാന്ദ്രത കൂടിയ മേഖല കൂടിയാണ് എന്ത്, ഉത്തര മഹാസമതലം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്ന് ഞാനിത് ഉപദ്വീപീയ പീഠഭൂമി എടുത്തു കഴിഞ്ഞാൽ തീരൂല, അതുകൊണ്ട് അടുത്ത ക്ലാസ്സിലേക്ക് വെച്ചുള്ളൂ. ഉത്തരമഹാസമതലം തീർത്ത് ഉപദ്വീപീയ പീഠഭൂമി കുറച്ചുകൂടെ ഉണ്ട്. ഉപദ്വീപീയ പീഠഭൂമി കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഭൂപ്രകൃതി കഴിഞ്ഞു. പിന്നീട് അങ്ങോട്ടൊരു മരുഭൂമി തീരപ്രദേശം എന്ന് പറയുന്നത് വളരെ കുറവുള്ളൂ. അത് അത്ര കാര്യമാക്കാനല്ല. ഉപദ്വീപീയ പീഠഭൂമിയിൽ നമുക്ക് കുറച്ച് പീക്കുകളൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ അത് ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഏതെങ്കിലും ജിയോഗ്രഫിയിൽ നിങ്ങൾക്ക് കിട്ടാനുണ്ടോ അത്യാവശ്യം LGSകാർക്ക് വേണ്ടത്? ഏതെങ്കിലും ടോപ്പിക് ഉണ്ടോ? അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം അതങ്ങ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. പറയാം സാർ. നിങ്ങൾ നോക്കി ബുദ്ധിമുട്ടുള്ളത്, ഈ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുള്ളത് ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജോഗ്രഫി ഇഷ്ടമാതിരി ഉണ്ട് എടുക്കാനായിട്ട്. അപ്പൊ നമ്മളത് എനിക്ക് എടുക്കണതിന് പ്രശ്നം ഉണ്ടായിട്ടല്ല. നിങ്ങൾക്ക് കിട്ടാത്തതൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം അത് പറഞ്ഞു തരികയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ഉപയോഗിക്കുന്ന, കാരണം ഓരോ ടോപ്പിക്കുകളായിട്ട് തീർക്കുമ്പോൾ ഇച്ചിരി ലേറ്റ് ആവും. പക്ഷെ അതിനേക്കാൾ നിങ്ങൾ ചിലത് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് അത് പ്രയോറിറ്റി അനുസരിച്ച് എന്തെങ്കിലും എടുക്കേണ്ടതുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആദ്യമേ പറയാം. അപ്പൊ നമുക്കത് പിന്നെ റിവിഷൻ ചെയ്യേണ്ട സമയത്ത് അത് റിവിഷൻ ചെയ്ത് പോവാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നാളെ സാറിന്റെ ഫിസിക്സ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. പ്രത്യേകിച്ച് LGSകാരെ അതുപോലെ LD ക്ലർക്ക് ബേസ് ചെയ്തുകൊണ്ടുള്ള ഇതാണ് വരുന്നത്. അപ്പോൾ ആദ്യ തുടക്കത്തിലെ ക്ലാസ് ആണ് ഫിസിക്സ് ക്ലാസ്. ആദ്യം തൊട്ട് തന്നെ അത് എന്താണ് അറ്റൻഡ് ചെയ്ത് പോവുക. സാറ് ക്ലാസ് കഴിയുമ്പോൾ അതിന്റെ റിവിഷൻ അതും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. സിലബസ് കഴിയുമ്പോൾ വരുന്ന എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ഡിസ്കസ് ചെയ്യും. ആ രീതിയിലാണ് പോവുക. അതുപോലെ ഈ ഞായറാഴ്ച ഇംഗ്ലീഷിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും. സോ ഇംഗ്ലീഷിന്റെ സാർ ഒരു ടോപ്പിക്കോടെ എടുക്കും, ഒരു സബ്ജക്റ്റോടെ എടുക്കും. അത് ഇത് ഡിസംബർ പകുതിയോടെ കഴിഞ്ഞിട്ട് അദ്ദേഹം ഫ്രീ ആവും. അപ്പൊ അതുകൊണ്ട് ആ ഒരു സബ്ജക്റ്റോടെ നമുക്ക് അങ്ങ് നീങ്ങി കിട്ടും. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനും ജിയോഗ്രഫി ഒരു സൈഡിൽ കൂടെ നമ്മളും പോകും. SCRT രാവിലെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടും കറണ്ട് അഫയേഴ്സ് ആയിട്ട് അത് നോക്കുന്നുണ്ട്. ഇത്തവണ നിങ്ങൾക്ക് ഒന്ന് ആഞ്ഞു പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കയറാവുന്നതുള്ളൂ. നിങ്ങൾ ആ അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണം ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. അതിൽ പകുതി പേരൊന്നും വരൂല, പകുതി പേര് എഴുതൂല. അത് ശരിക്കും ഒരു കോമ്പറ്റീഷൻ വരുന്നത് ഒരു 5000, എല്ലാ ജില്ലയിലും മാക്സിമം ഒരു 5000 പേരിൽ നിന്നൊക്കെയാണ് നമുക്ക് എന്ത് വരുള്ളൂ, കോമ്പറ്റീഷൻ വരുന്നുള്ളൂ. അപ്പോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി പഠിത്തം സ്റ്റാർട്ട് ചെയ്തു. ഇനി ഒരു 5-6 മാസത്തെ ഗ്യാപ്പ് ഉണ്ട്. നന്നായിട്ട് പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ജോലി കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ പഠിക്കുക. ഊണിലും ഉറക്കത്തിലൊക്കെ ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്തെങ്കിലും അന്ന് പഠിച്ചത് ഒന്ന് റിവിഷൻ ചെയ്യാൻ. ഇപ്പൊ വൊക്കാബുലറി ഉണ്ട്. വൊക്കാബുലറി ഇപ്പൊ ഞാൻ 3 വെച്ചിടുന്നുള്ളൂ. അടുത്ത ആഴ്ച വരുമ്പോൾ അത് 4-5 ഒക്കെ ആക്കും. സോ ഞാനത് ആദ്യമേ തന്നേക്കണത് പിന്നീട് ഞാൻ പറയില്ല. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള അനുസരിച്ച് പഠിച്ചു വെക്കുക. ഞാൻ ചിലപ്പോൾ ഓരോ ആഴ്ചയിൽ ചിലപ്പോൾ കൂട്ടി കൊണ്ടുവരും. അത് ഞാൻ ഗ്രൂപ്പിൽ പറയൊന്നുമില്ല. ഈ ആഴ്ച 3 എന്നുള്ള രീതിയിലാണ് ഇട്ടേക്കണത്. അത് അടുത്ത ആഴ്ച വരുമ്പോൾ 4-5 ഒക്കെ ആയിട്ട് മാറും. അപ്പൊ വൊക്കാബുലറി കുറച്ചുകൂടെ കംപ്ലീറ്റ് ആക്കാനുണ്ട്. 6 മാസം കൊണ്ട് അത് റിവിഷൻ ചെയ്യാനും വേണം. വൊക്കാബുലറി നിങ്ങൾ നോക്കി പഠിച്ചു വെക്കുക. വൊക്കാബുലറി ഞാൻ ആദ്യം ഗ്രാമർ തീർത്തിട്ട് സാറിനെ കൊണ്ട് ഞാൻ വൊക്കാബുലറിക്ക് ഒരു സെക്ഷൻ വെക്കാം.
അപ്പൊ അതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും, ഇംഗ്ലീഷും യൂസ്ഫുൾ ആവും. മാക്സിമം ഞാൻ ഒരാഴ്ചയിൽ ഒരു ഇംഗ്ലീഷ് ക്ലാസ് ആണ് ഇപ്പൊ വെക്കണുള്ളൂ. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ LGSകാർക്ക് അധികം ക്ലാസ് മിസ്സാവാണ്ടിരിക്കാനാ. തീരെ തുടങ്ങാനായിട്ട് പറ്റൂല, അവസാനത്തേക്ക് സാറ് എന്തെങ്കിലും പ്രശ്നമൊക്കെ വന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് തീരാണ്ട ഒരു അവസരം വരും. അതുകൊണ്ടാണ് ഒരു ക്ലാസ് എന്നുള്ള രീതിയിൽ വെക്കണേ. അപ്പോൾ തൽക്കാലത്തേക്ക് അത് മതി. കാരണം അത്യാവശ്യം റിപ്പോർട്ടർ സ്പീച്ച്, ആക്റ്റീവ് വോയിസ് ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തങ്ങ് പൊക്കോളും. അതെല്ലാം നമ്മൾ സ്ട്രക്ചർ ആയിട്ട് തന്നെ പോകും. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി നന്നായിട്ട്. പിന്നെ ഒരു കാര്യം, എക്സാം അറ്റൻഡ് ചെയ്യാൻ തരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെയും പറയാം, നമുക്ക് PSC പഠിക്കുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്നത് നമ്മുടെ മാർക്ക് ലിസ്റ്റ് ഞാൻ ഇടാൻ വിട്ടു, സോറി കേട്ടോ. 2 മാർക്ക് ലിസ്റ്റ് ഇടാണ്ട്. ആ മാർക്ക് ലിസ്റ്റ് കാണുമ്പോഴാണ് എപ്പോഴും നമുക്ക് ട്രാക്കിലാണെന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുള്ളൂ. അത് ഞാൻ ആദ്യമേ സോറി ചോദിക്കുകയാണ്. ഇപ്പൊ തന്നെ ഇട്ടേക്കാം. അവിടെ ഇവിടെ ആയിട്ടൊക്കെ കാര്യങ്ങൾ ഓരോന്നുള്ളത് കൊണ്ടാണ് ഓരോന്ന് വിട്ടുപോണേ. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചേക്കാം, ഒന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും. ഇന്നിപ്പോ ഞാൻ ടോപ്പിക് ഇടാൻ വിട്ടുപോയി. ഞാൻ രാവിലെ തന്നെ എനിക്കൊരു ഓഫ്ലൈൻ ക്ലാസ്സിന്റെ ഒരു പ്രിപ്പറേഷനിലൊക്കെ ഇരുന്ന് ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി ആയിരുന്നു എടുക്കണേ. അത് ഈ ഭൂമി ഫോം ചെയ്ത കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന അതങ്ങ് സമയം പോയി. പിന്നെ ഞാൻ ഇടയ്ക്കൊന്ന് പുറത്തു പോയി വന്നപ്പോ ആ സംഭവം ഒന്ന് വിട്ടുപോയി. അതാ പറ്റിയത്. രാവിലെ ഓർക്കുമ്പോ അങ്ങ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അതൊക്കെ വിട്ടു. പിന്നെ ഞാൻ പുറത്തൊക്കെ പോയി വരുമ്പോഴത്തേ അപ്പൊ നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആയിരിക്കും. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല സാർ. ഓക്കെ. അപ്പൊ നാളെ എല്ലാവരും ഫിസിക്സ് ക്ലാസ്സിന് കയറുക. ക്ലാസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. സാറിന്റെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പൊ ക്ലിയർ ചെയ്ത് പോവുക. സാറ് മാക്സിമം നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും നിങ്ങളെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞ്. നല്ല ആക്റ്റീവ് ആയിട്ടുള്ള പിള്ളേരാണ്. അപ്പൊ ഒരു പേടിയും നാളെ ഫിസിക്സിന്റെ ക്ലാസ് എപ്പോഴാണ്? നാളെ രാവിലെ 5 to 6. സാറിന് രാവിലെ പറ്റുള്ളൂ. സാറ് PhD ചെയ്യണ ആളാണ്. അപ്പൊ PhDക്ക് ഇതിന്റെ ഒക്കെ വർക്കായിട്ട് പോണ ആളാണ്. അപ്പൊ അതുകൊണ്ടാണ് രാവിലെ പറ്റുള്ളൂ. രാത്രിയിലേക്ക് പുള്ളിക്ക് പറ്റില്ല. അതുകൂടാതെ ടെക്നിക്കൽ സബ്ജക്റ്റിന് പുള്ളി വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുക്കണമുണ്ട്. അപ്പൊ അതിന്റെ ക്ലാസ്സും ഉണ്ട്. അപ്പൊ അത് കൊളാപ്ലിക്കേഷൻ ആയിട്ട് വരാണ്ടിരിക്കാനായിട്ടാണ്. അപ്പൊ നിങ്ങൾ മാക്സിമം രാവിലെ അറ്റൻഡ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് തന്നെ പഠിക്കുക. LDC എങ്ങനെയെങ്കിലും ഒക്കെ പിടിച്ച് എടുക്കാൻ നോക്കുക. ബാക്കി അല്ലെങ്കിൽ പിന്നെ ജീവിതമൊക്കെ പറഞ്ഞ പോലെ ആവും. അതിനൊന്നും ഇടവരുത്താണ്ടിരിക്കുക കേട്ടല്ലോ. ഒറ്റ ചാൻസ് ഉള്ളൂ, അതിൽ കയറി പോകാൻ നോക്കുക. പിന്നെ അത് കഴിഞ്ഞ ബസ്സില്ല. അടുത്ത പാട്ടുത്സവത്തിനുള്ള നിങ്ങൾക്ക് കപ്പാസിറ്റി ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ആദ്യമേ ഈ ഒരു 6 മാസം എങ്ങനെയെങ്കിലും ഒക്കെ അടിച്ചു കയറാൻ നോക്കുക. ശരി, അപ്പൊ ഗുഡ് നൈറ്റ്. ഓക്കെ സർ, ഗുഡ് നൈറ്റ്. താങ്ക് യു സർ.